ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു രാത്രിയായിരുന്നു അത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഫ്ലൈറ്റ് റഡാർ ആപ്പുകളിൽ ഒരു വിമാനത്തിൻ്റെ സഞ്ചാരപഥം ശ്വാസമടക്കിപ്പിടിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട് യുദ്ധഭീതിയും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ആകാശത്തിലൂടെ മോസ്കോയിലെ സുഗേവോ വിമാനത്താവളത്തിലേക്ക് ആ വിമാനം പറന്നിറങ്ങിയപ്പോൾ ഉയർന്നത് വെറും സംശയങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ഭരണകൂടത്തിൻ്റെ പതനത്തെക്കുറിച്ചും പലായനത്തെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങളായിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജ്യം വിട്ടോ, അതോ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തൻ റഷ്യയുടെ സംരക്ഷണം തേടി പോയതാണോ? നിഗൂഢതകൾ ഒഴിയാത്ത ആ വിമാനയാത്രയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ടെഹ്റാനിൽ നിന്നുള്ള മെറാജ് എയർലൈൻസിൻ്റെ എയർബസ് A321 വിമാനം ഇറാൻ 07 എന്ന കോൾ സൈനിൽ മോസ്കോ ലക്ഷ്യമാക്കി പറന്നതാണ് ആഗോളതലത്തിൽ ചർച്ചയായത്. സാധാരണഗതിയിൽ ഇറാനിലെ ഉന്നത ഭരണാധികാരികൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ വിമാനം മുൻകൂട്ടി നിശ്ചയിച്ച നയതന്ത്ര പരിപാടികളൊന്നുമില്ലാതെ പെട്ടെന്ന് റഷ്യയിൽ ലാൻഡ് ചെയ്തത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ യാത്രയെക്കുറിച്ച് മൗനം പാലിച്ചതും റഷ്യൻ അധികൃതർ യാതൊരു വിശദീകരണവും നൽകാത്തതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. സമാന്തരമായി ടെലഗ്രാം ചാനലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ റഷ്യയിലേക്ക് കടന്നു. അമേരിക്കയുടെ സൈനിക നീക്കം ഭയന്നാണ് ഈ പലായനം എന്നായിരുന്നു പ്രചരിച്ച വാദങ്ങൾ. ഈ വിമാനയാത്ര വെറുമൊരു സാധാരണ സംഭവമായി കാണാൻ കഴിയാത്തതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. 2026 തുടക്കം മുതൽ ഇറാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആഭ്യന്തരമായി ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും സാമ്പത്തിക നില പരുങ്ങലിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള ഭീഷണികളും വർദ്ധിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കോ സുരക്ഷാ സംവിധാനങ്ങൾക്കോ നേരെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്ന് മിന്നലാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾ ഇതിനകം പുറത്തു വന്നിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തെ ഉന്നത നേതാക്കൾ വിദേശത്തേക്ക് പറക്കുന്നത് സ്വാഭാവികമായും രക്ഷപ്പെടൽ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിച്ചതും ട്രംപ് ഭരണകൂടത്തിൻ്റെ കർശനമായ മുന്നറിയിപ്പുകളും ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സ്ഫോടനാത്മകമാക്കി മാറ്റിയിരിക്കുകയാണ്. മോസ്കോയിലെ സുഗേവോ വിമാനത്താവളം റഷ്യൻ തലസ്ഥാനത്തെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉന്നതരായ നയതന്ത്രജ്ഞർക്കും വിദേശ നേതാക്കൾക്കും വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ചകൾക്കും സുരക്ഷിതമായ ലാൻഡിങ്ങിനും ഈ വിമാനത്താവളം പ്രസിദ്ധമാണ്. ഫ്ലൈറ്റ് റഡാറിലെ വിവരങ്ങൾ പ്രകാരം വെറും 3.5 മണിക്കൂർ കൊണ്ടാണ് ഇറാനിയൻ സർക്കാർ വിമാനം പറന്ന് ഈ ദൂരം പിന്നിട്ടത്. വിമാനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറായ EPIPD എന്നത് ഇറാന്റെ തന്ത്രപരമായ യാത്രകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. പ്രസിഡന്റ് പെസഷ്കിയാൻ തന്നെയാണോ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല എങ്കിലും മറ്റൊരു പ്രധാന പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്: അലി ലാറിജാനി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വിശ്വസ്തനും സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയുമായ ലാറിജാനി ഇറാനിലെ അസ്ഥിരതകൾക്ക് പിന്നിൽ വിദേശ ശക്തികളാണെന്ന് നിരന്തരം ആരോപിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ യുദ്ധം ഒഴിവാക്കാനുള്ള അടിയന്തര സഹായം തേടിയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിയാലോചന നടത്താനോ ആവാം ഇത്തരമൊരു രഹസ്യ യാത്ര. ചരിത്രത്തിലേക്ക് നോക്കിയാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അഭയം നൽകുന്നതിൽ റഷ്യ പലപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. സിറിയയിലെ ബഷർ അൽ അസദിൻ്റെ കാര്യത്തിലായാലും വെനിസ്വേലയിലെ പ്രതിസന്ധിയിലായാലും ക്രെംലിൻ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സാമ്പത്തിക ബന്ധം സമീപകാലത്ത് കൂടുതൽ ശക്തമാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകൾ റഷ്യയ്ക്ക് നൽകിയ സഹായം ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടത്തിന് ഒരു ഭീഷണി ഉണ്ടായാൽ അവർക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം മോസ്കോ തന്നെയാണ്. ഇറാൻ 07 എന്ന വിമാനത്തിൽ ഒരുപക്ഷെ നേതാക്കളല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ വിലപ്പെട്ട രേഖകളോ രഹസ്യങ്ങളോ പോലും ആയിരിക്കാം എന്ന വാദവും ചിലർ ഉയർത്തുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ പ്രസിഡന്റ് പൂർണ്ണമായും രാജ്യം വിട്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. മിക്കപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മനഃപൂർവ്വമായ മൗനം പാലിക്കുന്നത് വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാകാം. ഒരു വശത്ത് അമേരിക്കയുടെ ആക്രമണ ഭീഷണി, മറുവശത്ത് ജനങ്ങളുടെ പ്രതിഷേധം. ഇതിനിടയിൽ നിൽക്കുന്ന ഇറാൻ ഭരണകൂടം തങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ആ വിമാനത്തിന്റെ യാത്ര തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയമോ മോസ്കോയിലെ ഇറാൻ എംബസിയോ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു കുറിപ്പ് നൽകാതിരിക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മോസ്കോയിൽ ഇറങ്ങിയ ആ നിഗൂഢ വിമാനം ഇറാന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സൂചനയാണ് നൽകുന്നത്. അത് നേതാക്കളുടെ പലായനമായാലും അതീവ രഹസ്യമായ നയതന്ത്ര ചർച്ചയായാലും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം ഒരു വലിയ വഴിത്തിരിവിലാണെന്ന് ഉറപ്പാണ്.
ആഗോള ശക്തികൾ തമ്മിലുള്ള ഈ ചതുരംഗ കളിയിൽ ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അമേരിക്കൻ ആക്രമണത്തിന് മുൻപുള്ള ഒരു പിൻവാങ്ങലാണോ ഇത്? അതോ റഷ്യയെ മുൻനിർത്തി തടയാനുള്ള ശ്രമമോ? വരും ദിവസങ്ങളിൽ ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടെ മാത്രമേ ഈ മിസ്റ്ററി ഫ്ലൈറ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുകയുള്ളൂ. അതുവരെ ലോകം ആകാശത്തെ ആ നിഴലുകളെ നോക്കി കാത്തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.